ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ വീഡിയോ കാണാത്തതിന് ഐ എം ദ സോറി ഗൈസ്. അത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയത് കാരണമാണ് നമ്മൾ കുറച്ച് കാലത്തേക്ക് വീഡിയോ ഒന്ന് മാറ്റി വെച്ചത്. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നിർത്തി വെച്ചൊരു പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയാക്ടിങ് വീഡിയോസ് നമ്മുടെ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ സംഭവം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോണത് കുറച്ച് കിടിലെന്ന് വെച്ചാൽ ഒരാളെ, ആ ആളെയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പം നമുക്കെല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. കമോ പേരൊക്കെ നോക്കിയിട്ടുണ്ട് പോകാൻ പറ്റിയിട്ട്. നമ്മുടെ രമണൻ, അതായത് ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ പുള്ളിക്കാരൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവാണ്, പക്ഷേ പുള്ളിക്കാരൻ്റെ വീഡിയോ ഒക്കെ രസമാണ്. ഫോണൊക്കെ പിടിച്ചപ്പോൾ എനിക്ക് സെലിബ്രിറ്റി കണക്കിന് പുള്ളിക്കാരനെ വീഡിയോ പാവമാകുന്നൊക്കെ പറയുന്നു. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നന്നാക്കിയിട്ട് ഇതുപോലെ രണ്ടടിയൊക്കെ കൊടുത്ത സംഭവം പൊട്ടി. ഈ പുള്ളിക്കാരനെ എങ്ങനെ തല്ലി ഒക്കെ റെഡിയാക്കുന്നത്. മെയിനായിട്ട് പുള്ളിക്കാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റൗ നന്നാക്കലാണ്. നമുക്കത് നെക്സ്റ്റ് ആ വീഡിയോ ഒന്ന് കാണാം. കടകത്തില്ല. നിങ്ങൾ ശരിക്കും നോക്കി ഈ പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചാബി ഹൗസിലെ രമണൻ പോലെ ഇല്ലെന്ന് ശരിക്കും നോക്കി. എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? നിങ്ങൾ ആ പുള്ളിക്കാരൻ്റെ കട ഉണ്ടോ? പക്ഷെ ഈ പുള്ളിക്കാരൻ ചെറിയ കട വെച്ചിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. പുള്ളിക്കാരുടെ കയ്യിൽ സകല സാധനങ്ങളും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം. കപ്പെല്ലാം എറിഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പുള്ളിക്കാരൻ്റെ പൊട്ടാത്ത കപ്പുകളും ഉണ്ട്. ആരോ ഒരു വേട്ടാവളെ മിക്സ് കൊണ്ട് കൊടുത്തുണ്ട്. കുത്തി വർക്കായില്ല. രണ്ട് മുട്ട് താഴത്ത്, രണ്ട് ഞെക്ക് മിക്സി ഓൺ. പിന്നെ വീട്ടിലെ മിക്സി ഒക്കെ കേടായി എടുക്കുന്നവരെ ചിറ്റി എടുത്ത് രണ്ട് മുട്ടി താഴെ ഒരു കിട്ടുന്നുണ്ട്. അതിനകത്ത് പിടിച്ച് ഞെക്കിയ സംഭവം വർക്കിംഗ് ആവുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആ ആളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംഭവം കാണാം. മേളിൽ നോക്കിയാൽ മതി. ഒരു ഗോൾഡൻ പ്ലേ ബട്ടണും ഒരു സിൽവർ ബട്ടണും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് കോപ്രായം കാണിച്ചാലും പുള്ളിക്കാരൻ സക്സസ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കാശ് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗാഡ്, എന്റെ പൊന്നു. തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന പൂതാടും. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പോ പണി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത. പുള്ളിക്കാരൻ്റെ ഒരു നെറ്റ് ടൈറ്റേനിയനും ഒരു സ്റ്റൈലാണ് ഗൈസ്. എല്ലാത്തിനും സ്റ്റൈലാണ് കണ്ടോ. കട്ടർ കുത്തണമെന്ന്, കട്ടറിന് കുത്തൊന്നുമില്ല എന്നാണ് കട്ട്. അതൊരു കട്ട് ചെയ്യണതിനൊരു ഓ മൈ ഗോഡ് ഇടുന്ന ആൾക്കാരാണ് ഗൈസ് നമ്മുടെ സൂപ്പർ ഹീറോസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയത് കാരണം ആ ഒരു കണ്ടന്റ് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റും കൂടെ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കമൻറ്റും കൂടെ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഞാൻ താഴെ പിൻ ചെയ്തേക്കാം, അവിടെയും പോയി ഡു ഫോളോ ഗൈസ്. അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത കണ്ടന്റുമായി കാണുന്നവരെ ബൈ.